ഹലോ വെൽക്കം വ്യൂവേഴ്സ്. ഇന്ന് നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന സിനിമ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള സിനിമയാണ്. കോടീശ്വരി ആയിട്ടുള്ള നമ്മുടെ നായികയ്ക്ക് അവൾ ഇഷ്ടപ്പെട്ട പയ്യനുമായി കല്യാണം നടക്കുകയാണ്. അപ്പോൾ ആ ഒരു കല്യാണത്തിന് കുറെ കോടീശ്വരന്മാരും അതേപോലെ തന്നെ ഗവൺമെന്റ് ഹയർ പൊസിഷനിലുള്ള ഓഫീസേഴ്സും എല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. ഫംഗ്ഷൻ അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെയുള്ള പണമില്ലാത്ത സാധാരണക്കാരായ ജനങ്ങൾ തോക്ക് ഉപയോഗിച്ച് അവിടെയുള്ള എല്ലാവരെയും ഭീഷണിപ്പെടുത്തി ഓരോരുത്തരെയും കൊല്ലുകയാണ്. എന്നിട്ട് അവരുടെ സ്വർണം, പണം എല്ലാം കൊണ്ടുപോവുകയാണ്. പിന്നെ പണക്കാരായിട്ടുള്ള സ്ത്രീകളെ, അതും ടീനേജ് പെണ്ണുങ്ങളെ ക്രൂരമായി മർദ്ദിച്ച് റേപ്പ് ചെയ്ത് കൊല്ലുകയാണ്. എന്തിനാണ് ഇവർ ഇങ്ങനെ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ഇത് ചെയ്യാനുള്ള സാഹചര്യം ഇവർക്ക് വന്നത് എന്നൊക്കെ പറയുന്ന ഒരു അടിപൊളി സിനിമയാണ് 2020 റിലീസ് ചെയ്ത ന്യൂ ഓർഡർ എന്ന സിനിമ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് നമ്മുടെ ചാനലിലേക്ക് വരുന്നവർ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് ഉടനടി നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ അക്ബർ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് A51 മീഡിയ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഈ ഒരു സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത് ഒരു വയസ്സായിട്ടുള്ള കപ്പിൾസിനെയാണ് കാണിക്കുന്നത്. ആ ഒരു അമ്മൂമ്മയുടെ പേര് എലിസ, ആ ഒരു ഭർത്താവായിട്ടുള്ള അപ്പൂപ്പന്റെ പേര് ഡൊണാൾഡോ. പെട്ടെന്ന് കുറെ സ്റ്റാഫുകൾ വന്നിട്ട് അവർ പുറത്തേക്ക് ഇറക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടുന്ന് പോയിക്കോളൂ, ഇവിടെ നിങ്ങൾക്ക് സേഫ് അല്ല, ഇവിടുന്ന് പോകൂ എന്ന് പറയുന്നുണ്ട്. എന്താണ് കാര്യം എന്ന് മനസ്സിലാകാതെ ഡോക്ടറോട് പോയി അന്വേഷിക്കുകയാണ് ഡൊണാൾഡോ. അപ്പോൾ ഡോക്ടർ, ഇന്നാ നിങ്ങളുടെ മെഡിക്കൽ റിപ്പോർട്ട്, നിങ്ങൾ ഇവിടുന്ന് എവിടെയെങ്കിലും സേഫ് ആയിട്ടുള്ള വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോവുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒന്നും മനസ്സിലാകാതെ നമ്മളുടെ ഡൊണാൾഡോ അവിടെ നിന്ന് ഭാര്യയുമായി പോവുകയാണ്. ആ ഒരു സീൻ കട്ട് ചെയ്താൽ പിന്നെ കാണിക്കുന്നത് നമ്മുടെ നായികയാണ്. നായികയുടെ പേരാണ് മേരി. മേരിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ വളരെ റിച്ച് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ്. മേരിയുടെ അച്ഛൻ വലിയൊരു ബിസിനസ് മാൻ ആണ്. ഇപ്പോൾ മേരി സ്നേഹിക്കുന്ന ആളുമായി ഇപ്പൊ മേരിക്ക് കല്യാണം നടക്കുകയാണ്. ആ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കുവാൻ വേണ്ടി കോടീശ്വരന്മാരായിട്ടുള്ള ആളുകളും കുടുംബക്കാരും അതേപോലെ തന്നെ ഗവൺമെന്റ് ഹയർ പൊസിഷനിലുള്ള ആളുകളും പങ്കെടുക്കുന്നുണ്ട്. മേരിയുടെ കുടുംബത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ പണം പണം പണം, എല്ലാത്തിനും പണമാണ്. പക്ഷെ മേരി കുറച്ച് ഡിഫറെന്റ് ആണ്. പണത്തിനോട് ഒരു വലിയ താല്പര്യമൊന്നും ഇല്ലാത്തവളാണ് മേരി. അപ്പോൾ ഈ ഒരു കല്യാണത്തിന് വന്നവർ മേരിയുടെ അമ്മയ്ക്ക് കയ്യിൽ കുറച്ച് പണം കൊടുക്കുന്നുണ്ട്. അത് ഏത് പണമാണെന്നാൽ, നമ്മൾ ഒരു കല്യാണത്തിന് പോകുമ്പോൾ അവിടെയുള്ള ആ ഒരു വീട്ടുകാർക്ക്, അതായത് കല്യാണ വീട്ടുകാർക്ക് നമ്മൾ അറിഞ്ഞുകൊണ്ട് കുറച്ച് ക്യാഷ് കൊടുക്കുമല്ലോ. സോറി, ഞാൻ കല്യാണങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലും അതിന് എന്താണ് പറയുക എന്ന് എനിക്കറിയില്ല. ആ ഒരു പണം വാങ്ങി നമ്മുടെ മേരിയുടെ അമ്മ റൂമിലെ ഒരു ലോക്കറിൽ ഒളിപ്പിക്കുകയാണ്. മേരിക്ക് ഒരു ചേട്ടനുണ്ട്. ചേട്ടന്റെ പേരാണ് ഡാനിയൽ. അവന് ഭംഗിയുള്ള നല്ല സുന്ദരിയായിട്ടുള്ള ഒരു ഭാര്യയുണ്ട്. അവൾ 7 മാസം ഗർഭിണിയാണ്. മേരിയുടെ അമ്മ വിരുന്നുകാർ കൊടുത്ത ക്യാഷും സ്വർണവുമെല്ലാം ആ ഒരു ലോക്കറിലിട്ട് ലോക്ക് ചെയ്യുകയാണ്. എന്നിട്ട് ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാത്റൂമിൽ പോയിട്ട് മുഖം കഴുകാൻ വേണ്ടി പൈപ്പ് തുറക്കുമ്പോൾ പൈപ്പിൽ പച്ച കളറിലുള്ള ഒരു വെള്ളമാണ് വരുന്നത്. അത് എന്താണെന്ന് അറിയാതെ പേടിച്ചിട്ട് നേരെ ഭർത്താവിനോട് പോയി പറയുന്നുണ്ട് മേരിയുടെ അമ്മ. അപ്പോൾ ഭർത്താവ് വന്ന് നോക്കുന്ന സമയത്ത് നോർമൽ വാട്ടർ ആണ് ആ പൈപ്പിലൂടെ വരുന്നത്. അപ്പൊ മേരിയുടെ അച്ഛൻ പറയുന്നുണ്ട്, നീ പേടിക്കാതിരിക്കുക, ഇവിടെ ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. എന്നാലോ മേരിയുടെ അമ്മയ്ക്ക് ഒരു ഭയമുള്ളത് കൊണ്ട് തന്നെ പുറത്തേക്കൊക്കെ പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടോ എന്ന്. അപ്പൊ മാർത്ത എന്നൊരു സ്ത്രീ ഇവരുടെ വീട്ടിൽ കുറെ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുകയാണ്. ആ ഒരു സ്ത്രീയോട് പറയുന്നുണ്ട്, ഇവിടെ വന്നിട്ടുള്ള എല്ലാവരുടെ ബാഗ് ചെക്ക് ചെയ്യണം, പച്ച കളറിലുള്ള എന്തെങ്കിലും പെയിന്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ആ ഒരു ഫംഗ്ഷനിൽ നമ്മുടെ മേരിയുടെ അച്ഛന്റെ ക്ലോസ് ഫ്രണ്ട് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന് വരുന്നുണ്ട്. അയാളുടെ പേര് വിക്ടർ. ഫംഗ്ഷനൊക്കെ നല്ല അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മേരിയുടെ കസിൻസ് ഒരു കപ്പിൾ വരികയാണ്. അവർ വന്ന് പറയുന്നുണ്ട്, ഞങ്ങളുടെ മേലെ ഞങ്ങൾ വരുന്ന സമയത്ത് ആരോ പെയിന്റ് ഒഴിച്ചു, അത് മാത്രമല്ല ഞങ്ങളുടെ വിലപിടിപ്പുള്ള കാറിന് മേലെ പെയിന്റ് ഒഴിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അവർക്ക് നല്ല പേടിയും ടെൻഷനും ഉണ്ടായിരുന്നു. അവിടെയുള്ളവർ പറയുന്നുണ്ട്, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, കാരണം ഇവിടെ ഫുള്ളും സെക്യൂരിറ്റിയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ മാർത്ത മേരിയുടെ അമ്മയെ തനിച്ച് കൂട്ടിക്കൊണ്ട് പോയിട്ട്, നിങ്ങൾക്ക് എലിസയെ അറിയുമോ? നിങ്ങളുടെ വീട്ടിൽ കുറെ വർഷം ജോലി ചെയ്ത സ്ത്രീക്ക് ഇപ്പൊ എന്തോ പ്രശ്നം മൂലം ഇപ്പൊ ആശുപത്രിയിലാണ്. ഓപ്പറേഷന് നല്ല കാശും ആവശ്യമുണ്ട്. അതുകൊണ്ട് ആ ഒരു സ്ത്രീയുടെ ഭർത്താവ് നിങ്ങളെ കാണണം എന്ന് പറഞ്ഞിട്ട് പുറത്തു വന്നിരിക്കുകയാണ്. നിങ്ങൾ പോയി സംസാരിക്കണം എന്ന് പറയുമ്പോൾ മേരിയുടെ അമ്മ പെട്ടെന്ന് അവിടേക്ക് പോയിട്ട് സംസാരിക്കുകയാണ്.
പോയി നോക്കുമ്പോൾ സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചില്ലേ ആ ഒരു വയസ്സായിട്ടുള്ള കപ്പിൾസ്, അതിലെ ഭർത്താവായിട്ടുള്ള ഡൊണാൾഡോയാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, സോറി മാഡം, നിങ്ങൾ ഒരു ഫംഗ്ഷനിലായിരുന്നല്ലോ, എന്റെ ഭാര്യയ്ക്ക് തീരെ സുഖമില്ല, ഒരു ഗവൺമെന്റ് ആശുപത്രിയിലായിരുന്നു. അപ്പോൾ അവിടെ കുറെ സമരക്കാർ അതേപോലെ തന്നെ ജനങ്ങൾ കയറി വന്ന് അക്രമസഹിതരായി. അവിടെയുള്ളവരൊക്കെ പറഞ്ഞയച്ചു. ഇപ്പോൾ അവൾ എന്റെ വീട്ടിലാണ് ഉള്ളത്. ഓപ്പറേഷന് വേണ്ടിയിട്ട് എനിക്ക് 2 ലക്ഷം ഡസംസ് വേണം. നിങ്ങളുടെ വീട്ടിൽ കുറെ കൊല്ലത്തോളം അവൾ ജോലി ചെയ്തതാണ്. എനിക്ക് ഇത്രയും ക്യാഷ് പെട്ടെന്ന് റെഡിയാക്കാൻ സാധിക്കില്ല. എനിക്ക് അതിന് കഴിയുമെന്ന് തോന്നുന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ മേഡത്തെ കാണാൻ വന്നത്. അവളുടെ ജീവൻ നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷിക്കണം അവളെ എന്ന് പറയുമ്പോൾ, ഒരു നിമിഷം വെയിറ്റ് ചെയ്യ് എന്ന് പറഞ്ഞിട്ട് മേരിയുടെ അമ്മ ഉള്ളിൽ പോയിട്ട് മേരിയുടെ അച്ഛന്റെ കയ്യിൽ നിന്ന് കുറച്ച് കാശ്, അതേപോലെ തന്നെ മേരിയുടെ ചേട്ടന്റെ കയ്യിൽ നിന്ന് കുറച്ച് ക്യാഷ് എല്ലാം വാങ്ങിയിട്ട് വന്നിട്ട് പറയുന്നുണ്ട്, എന്റെ അടുത്ത് $33,000 ദസംസ് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം മേരിയുടെ കല്യാണത്തിന് ചെലവായി. എന്നെ കൊണ്ട് ഇത്രയേ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. ഇതേ സമയം മേരിയുടെ അച്ഛന്റെ കൂട്ടുകാരനായിട്ടുള്ള ആ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ നൈസായിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അയാൾക്ക് എന്തോ മനസ്സിലായി ഇവിടെ വലിയ പ്രശ്നമുണ്ടാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഫാമിലി ആയിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണ്. അപ്പോ ഡൊണാൾഡോയ്ക്ക് ആകെ ഉണ്ടായിരുന്ന പ്രതീക്ഷ മേരിയുടെ അമ്മയായിരുന്നു. അവര് കൈയൊഴിഞ്ഞ സ്ഥിതിക്ക് ഡൊണാൾഡോ വിഷമിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു. ആ പോകുന്ന സമയത്ത് മേരി ഡൊണാൾഡോയുടെ അടുത്തേക്ക് വരികയാണ്. ഹേ ഡൊണാൾഡോ, സുഖമായിരിക്കുന്നു, എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ പറയുന്ന സമയത്ത് ഡൊണാൾഡോ പറയുകയാണ്, വൈഫിന് വയ്യാണ്ട് ആശുപത്രിയിലാണ്, സംഭവം കുറച്ച് സീരിയസ് ആണ്, ക്യാഷ് കുറച്ച് അർജന്റായിട്ട് ആവശ്യമുണ്ട്, അതാണ് ഞാൻ വന്നത്, പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചത് കിട്ടിയില്ല എന്നൊക്കെ പറയുമ്പോൾ, മേരി പണത്തിനോട് വലിയ ആശയമൊന്നും ഇല്ലാത്ത പെൺകുട്ടിയാണല്ലോ. മേരി ഡൊണാൾഡോയുടെ അടുത്ത് ഇവിടെ നിൽക്ക്, ഞാൻ പോയിട്ട് പൈസ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അമ്മ ലോക്കറിൽ കുറച്ച് ക്യാഷ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് തുറക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ പാസ്വേഡ് മേരിയുടെ അമ്മ മാറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് ലോക്കർ തുറക്കാൻ സാധിക്കുന്നില്ല. മേരി പോയി അച്ഛനോട് ചേട്ടനോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ അവരൊന്നും വലിയ മൈൻഡ് കാണിക്കുന്നില്ല. ദേഷ്യം പിടിച്ച മേരി പുറത്തേക്ക് ഡൊണാൾഡോയെ കാണാൻ വേണ്ടി പുറത്തേക്ക് പോകുകയാണ്. പക്ഷെ മേരി വരുമ്പോഴേക്കും ഡൊണാൾഡോ അവിടെ നിന്ന് പോയിരുന്നു. മേരിക്ക് പണത്തിനോട് യാതൊരു ആഗ്രഹവുമില്ല. എങ്ങനെയെങ്കിലും അയാളുടെ ഭാര്യ എലിസയെ രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് മേരിയുടെ ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ട് മാർത്തയുടെ മകൻ അവിടെ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുകയാണ്. അവന്റെ പേര് ക്രിസ്റ്റി. അവനോട് ചോദിക്കുന്നുണ്ട്, ഡൊണാൾഡോയുടെ വീട്ടിലേക്ക് പോകാനുള്ള വഴി നിനക്കറിയാമോ? എത്ര നേരമാവും അവിടെ എത്തുവാൻ എന്ന് ചോദിക്കുന്നുണ്ട്. അവനും പറയുന്നുണ്ട്, അതൊരു 20 മിനിറ്റ് മതി എന്ന് പറയുന്നുണ്ട്. എന്നാൽ ശരി, എന്റെ കൂടെ വാ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കാറിൽ ഡൊണാൾഡോയുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഇതേ സമയം മേരിയെ കാണാത്തതിനാൽ അവിടെ ജോലി ചെയ്യുന്ന മാർത്ത അവിടെ ഫുള്ളായിട്ട് അന്വേഷിക്കുകയാണ്. പക്ഷെ മേരി അവിടെ ഒന്നും കാണാനില്ല. പുറത്തു പോയിട്ട് സെക്യൂരിറ്റിയുടെ അടുത്ത് പോയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പൊ സെക്യൂരിറ്റിക്കാരൻ പറയുന്നുണ്ട്, നിങ്ങളുടെ മകനുമായി ഇപ്പോഴാണ് മേരി കാറിൽ പോകുന്നത്. അപ്പൊ മാർത്ത നേരെ മേരിക്ക് കോൾ ചെയ്യുന്നുണ്ട്, കല്യാണ ദിവസം നീ എങ്ങോട്ടാണ് പോകുന്നത്? അപ്പൊ മേരി പറയുന്നുണ്ട്, നമ്മളുടെ വീട്ടിൽ ജോലി ചെയ്ത എലിസയെ രക്ഷിക്കാൻ വേണ്ടി പോവുകയാണ്, കുറച്ച് പൈസ ആവശ്യപ്പെട്ടിരുന്നു, പൈസ കൊടുക്കാൻ വേണ്ടി പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ്. പോകുന്ന വഴിയിലൊക്കെ കുറെ സെക്യൂരിറ്റി അതേപോലെ തന്നെ ആർമി നിൽക്കുന്നുണ്ട്. എങ്ങനെ പോയാലും അവർക്ക് 20 മിനിറ്റ് കൊണ്ട് അവിടെ എത്താൻ സാധിക്കില്ല. ഇവർക്ക് ഇപ്പോൾ പോകേണ്ടത് ചുറ്റിത്തിരിഞ്ഞാണ് പോകേണ്ടത്. ഇവർക്കൊന്നും മനസ്സിലാവാതെ തമ്മിൽ ചോദിക്കുന്നുണ്ട്, എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന്. ആക്ച്വലി അവിടെ എന്താണ് നടക്കുന്നതെന്നാൽ അവിടെ സാധാരണ ജനങ്ങൾ അവർക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് ഗവൺമെന്റ് ഒരു ചില്ലി കാശ് പോലും അവർ ചിലവാക്കാതെ അവിടെയുള്ള പണക്കാരായാലും അതേപോലെ തന്നെ ഗവൺമെന്റ് ആയാലും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ ചിലവഴിക്കുകയാണ്. അതിനെ ചൊല്ലി അവർക്കെതിരെ ഇവർ ഒരു സമരം നടത്തുകയാണ്. ഈ ഒരു സമയത്തിൽ ഈ ഒരു സമരം വലിയ തീവ്രതയിൽ പോയിട്ട് എന്താണ് ചെയ്തതെന്നാൽ, ഒരു പണക്കാരെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് അവിടെ കുറെ അധികം പണക്കാരും അതേപോലെ തന്നെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും ഉള്ളത് കൊണ്ട് തന്നെ അവിടെ മൊത്തം ഈ ഒരു സാധാരണ ജനങ്ങൾ, സമരം ചെയ്യുന്ന ജനങ്ങൾ കത്തിച്ചു കളയുകയാണ്. എന്നിട്ട് അവിടെയുള്ള പണങ്ങളും സ്വർണങ്ങളും എല്ലാം ഇവർ കൊണ്ടുപോവുകയാണ്. ഈ ഒരു സംഭവം നമ്മുടെ വീട്ടിൽ നടക്കുമോ എന്ന് പേടിച്ചിട്ടാണ് മേരിയുടെ അമ്മ ഈ ഒരു ഫംഗ്ഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഫംഗ്ഷനൊക്കെ അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ പേടിച്ച പോലെ തന്നെ സാധാരണ ജനങ്ങൾ, അതായത് ഇവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി സാധാരണ ജനങ്ങൾ ഇവരുടെ വീട്ടിലേക്ക് വരികയാണ്. മേരിയുടെ ചേട്ടനായിട്ടുള്ള ഡാനിയൽ പറയുന്നുണ്ട്, പ്ലീസ് ഞങ്ങളെ ഒന്നും ചെയ്യരുത്, നിങ്ങൾക്ക് എന്താണ് ആവശ്യം ഞങ്ങൾ തന്നോളാം എന്ന് പറയുന്നുണ്ട്. പക്ഷെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരുത്തൻ മേരിയുടെ അച്ഛനെ വെടിവെച്ച് കൊല്ലുകയാണ്. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും പേടിച്ചു പോയിട്ട് സെക്യൂരിറ്റിയുടെ ഹെൽപ്പ് ചോദിക്കുന്നുണ്ട്. പക്ഷെ
സെക്യൂരിറ്റി സാധാരണ ജനങ്ങളിൽപ്പെട്ട ആളായിരുന്നു. അതുമാത്രമല്ല അവിടെ ജോലി ചെയ്യുന്ന മിക്ക ആൾക്കാരും ഈ ഒരു സാധാരണഗതിയിലുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഗൺ ഉപയോഗിച്ച് ബാക്കിയുള്ളവരേക്ക് എല്ലാവരെയും ബ്ലാക്ക്മെയിൽ ചെയ്ത് അവരുടെ കയ്യിലുള്ള സ്വർണവും പണവും എല്ലാം അവർ കൊണ്ടുപോവുകയാണ്. അതുമാത്രമല്ല ചെറിയൊരു സാധനം പോലും അവർ വിട്ടുവെക്കാതെ എല്ലാതും അവർ എടുത്തുകൊണ്ട് പോവുകയാണ്. മേരിയുടെ അമ്മ ലോക്കറിൽ വെച്ചിരുന്ന പണം അത് അവർക്ക് എങ്ങനെയോ മനസ്സിലായിട്ട് അതും എടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ഡാനിയലിന്റെ സുന്ദരിയായിട്ടുള്ള 7 മാസം ഗർഭിണിയായിട്ടുള്ള ഭാര്യ ഉണ്ടായിരുന്നല്ലോ, അവൾ ഗർഭിണിയായതുകൊണ്ട് തന്നെ അവൾക്കൊന്നും സംഭവിക്കരുത് എന്ന് പറഞ്ഞിട്ട് വേലക്കാരിയായിട്ടുള്ള മാർത്ത ഇവളെ കൊണ്ട് റൂമിൽ ഒളിപ്പിക്കുകയാണ്. എങ്ങനെയോ അത് അറിഞ്ഞ് അവിടെ വന്നിട്ട് മാർത്തയെ തട്ടിയിട്ടിട്ട് ആ ഗർഭിണിയായിട്ടുള്ള ഡാനിയലിന്റെ ഭാര്യയെ ഗർഭിണിയാണെന്ന് പോലും നോക്കാതെ വയറ്റിൽ വെട്ടിവെച്ച് കൊല്ലുകയാണ്. അതുമാത്രമല്ല അവളെ കൊല്ലുന്നത് പോലെ തന്നെ മേരിയുടെ അമ്മയെയും അവിടെ തന്നെ കൊല്ലുകയാണ്. എന്നിട്ട് ആ ഒരു ഫംഗ്ഷൻ കൂടാൻ വന്ന മിക്ക ആൾക്കാരെ കൊന്നിട്ട് എല്ലാവരും അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ വീട്ടിൽ എന്താണ് നടന്നതെന്നും പോലും അറിയാതെ ഡൊണാൾഡോയുടെ വീട് അന്വേഷിച്ച് പോവുകയായിരുന്ന മേരിയും ക്രിസ്റ്റിയും അവർക്ക് നേരെ സമരക്കാരിൽ ചിലർ മേരി കാറിൽ ഉണ്ടെന്ന് അറിഞ്ഞ് അവളെ കൊല്ലുവാൻ വേണ്ടി പെയിന്റ് കാറിന്റെ മേലെ ഒഴിക്കുകയാണ്. അപ്പോൾ ക്രിസ്റ്റി മേരിയോട് പറയുന്നുണ്ട്, അവർ നിന്നെ കണ്ടു കഴിഞ്ഞാൽ കുഴപ്പമാകും, അതുകൊണ്ട് നീ സീറ്റിന്റെ അടിയിൽ പോയി ഒളിച്ചോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ടിട്ട് നേരെ ഡൊണാൾഡോയുടെ വീട്ടിലേക്ക് വരികയാണ്. ഡൊണാൾഡോ ഇവരെ കണ്ടതും ഇത്ര വലിയൊരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് നീ ഇവളെ കൂട്ടി കൊണ്ടുവന്നത് എന്ന് ക്രിസ്റ്റിയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ക്രിസ്റ്റി പറയുന്നുണ്ട്, മേരി വന്നത് നിങ്ങൾക്ക് പൈസ തന്ന് സഹായിക്കാനാണ്, എലിസയെ രക്ഷിക്കാൻ വേണ്ടിയാണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പുറത്ത് നടക്കുന്ന സംഭവങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഇവരെല്ലാരും ടെൻഷൻ അടിച്ചു നിൽക്കുകയാണ്. ആ ഒരു സീൻ കട്ട് ചെയ്ത് പിന്നെ കാണിക്കുന്നത് സമരക്കാരുടെ എല്ലാ കുത്തിക്കഴപ്പും കഴിഞ്ഞതിന് ശേഷം മേരിയുടെ വീടാണ് കാണിക്കുന്നത്. അവരുടെ വീട് ഇപ്പോൾ ശ്മശാനം പോലെയായി. മേരിയുടെ വീട്ടിൽ ഫംഗ്ഷൻ വന്ന മുഖ്യ ആൾക്കാരും അതിൽ കൊല്ലപ്പെട്ടിരുന്നു. ഇതൊന്നും അറിയാതെ ക്രിസ്റ്റി മേരിയെ എങ്ങനെയെങ്കിലും വീട്ടിലെത്തിക്കണം എന്ന് പറഞ്ഞിട്ട് ക്രിസ്റ്റി അവളുമായി കാറിൽ പോകുന്നു. അതുമാത്രമല്ല പുറത്ത് ആരെങ്കിലും ഉണ്ടോ എന്നറിയാൻ വേണ്ടി ക്രിസ്റ്റി മൊത്തം ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു സമയത്ത് മേരി കാറിലുള്ള വിവരം അറിഞ്ഞ് അവിടെ മിലിറ്ററി വന്നിട്ട് മേരിയോട് ചോദിക്കുന്നുണ്ട്, നീ ആരാണ്, നിന്റെ പേരെന്താണ്, നിന്റെ വീട് എവിടെയാണ്? അപ്പൊ ക്രിസ്റ്റി എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പൊ മിലിറ്ററി ഇവിടെ ഞങ്ങൾ വീട്ടിലെ സേഫായിട്ട് ഞങ്ങൾ എത്തിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അവർ മേരിയെ കൊണ്ടുപോവുകയാണ്. ഇവിടെ എന്താണ് ശരിക്കും നടക്കുന്നത് ആർമിക്കാരോട് മേരി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ സംസാരം പതിയെ മാറുകയാണ്. കാരണം എന്താണെന്നാൽ മിലിറ്ററിക്കാരുടെ വേഷത്തിൽ ആ ഒരു സമരക്കാരാണ് വന്നിരിക്കുന്നത്. ആ ഒരു വലയിൽ നമ്മുടെ നായികയായിട്ടുള്ള മേരി കറക്റ്റ് വന്ന് ലോക്കായി. അപ്പൊ ഈ ഗവൺമെന്റ് ഈ ഒരു സമരം എങ്ങനെയെങ്കിലും തടയണമെന്ന് പറഞ്ഞിട്ട് സാധാരണക്കാരായ ജനങ്ങളെ ഏറ്റവും കൂടുതലുള്ള സ്ഥലത്ത് നോക്കിയിട്ട് മിലിറ്ററിക്കാരെ അയച്ച് അവരെ എല്ലാവരും വെട്ടിവെച്ച് കൊല്ലുകയാണ്. ആ ഒരു സീൻ കട്ട് ചെയ്താൽ പിന്നെ മേരിയെ കൊണ്ടുപോയിട്ടുള്ള ആളുകൾ, കിഡ്നാപ്പ് ചെയ്ത ആളുകൾ ഒരു ജയിൽ പോലെയുള്ള എന്തോ സെറ്റ് ചെയ്ത് അവിടേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ ചെന്ന് നോക്കുമ്പോൾ പണക്കാരായിട്ടുള്ള കുറെ സ്ത്രീകളെ, അതായത് പെണ്ണുങ്ങളെ, അതും ടീനേജ് പെണ്ണുങ്ങളെ കാണാൻ സാധിക്കുന്നു. അവരെ ക്രൂരമായി മർദ്ദിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ഉദ്ദേശം എന്താണെന്നാൽ ഈ ഒരു ടീനേജ് പെണ്ണുങ്ങളെ ഉപദ്രവിച്ച് മർദ്ദിച്ച് റേപ്പ് ചെയ്ത് ഇതെല്ലാം വീഡിയോ എടുത്ത് ഇവരുടെ പേരൻസിന് അയച്ചു കൊടുത്തിട്ട് പണം തട്ടാനാണ് പ്ലാൻ. ഇവരുടെ ആഗ്രഹം പണക്കാരെ കൊല്ലുക എന്നുള്ളതല്ല, അവരുടെ കയ്യിലുള്ള എല്ലാം കൈക്കലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ മേരി എല്ലാ പെണ്ണുങ്ങളെ പോലെയും മേരിയെയും നമ്പർ എഴുതി പേരെഴുതി നെറ്റിയിൽ ഒരു ടാഗ് അടിച്ച് നിൽക്കുകയാണ്. ഇതേ സമയം മേരിയുടെ ചേട്ടനായിട്ടുള്ള ഡാനിയലിനെ കാണുകയാണ്. അവനാണെങ്കിൽ അമ്മ മരിച്ചതിന്റെയും അവന്റെ ഗർഭിണിയായിട്ടുള്ള ഭാര്യ മരിച്ചതിന്റെയും വിഷമത്തിലാണ്. എന്നിട്ട് ഡാനിയേലും മേരിയുടെ ഹസ്ബൻഡും അച്ഛന്റെ സുഹൃത്തായിട്ടുള്ള ആ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ വിക്ടറിന്റെ അടുത്ത് ഈ ഒരു കാര്യം പോയി സംസാരിക്കുകയാണ്. അപ്പൊ വിക്ടർ പറയുന്നുണ്ട്, നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാകും, ഞങ്ങൾ അതിനുള്ള പണികളെ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, എത്രയും പെട്ടെന്ന് മേരി നിങ്ങളുടെ വീട്ടിലുണ്ടാകുമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. സമയം മേരിയുടെ ആ ഒരു ജയിലിൽ കുറെ പേരുള്ളിൽ വന്നിട്ട് അവിടെയുള്ള എല്ലാ പെണ്ണുങ്ങളെയും ക്രൂരമായി മർദ്ദിച്ച് റേപ്പ് ചെയ്യുകയാണ്. ഇതെല്ലാം ആ ഒരു സീൻ നമുക്ക് കാണുമ്പോൾ നിസ്സാരമായിട്ടാണ് തോന്നുന്നത്. കാരണം എന്താണെന്നാൽ ആ ഒരു സീൻ കണ്ടാൽ നമുക്ക് തോന്നും അവർ കാണുന്ന പെണ്ണുങ്ങളെയൊക്കെ നിസ്സാരമായിട്ട് റേപ്പ് ചെയ്യുകയാണ്, അതും റിയലിസ്റ്റിക് ആയിട്ട്. ഇതേ സമയം എലിസയ്ക്ക് സീരിയസ് ആവുകയാണ്. അപ്പോ മേരി എലിസയുടെ ചികിത്സയ്ക്ക് കാശ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അത് അന്വേഷിച്ച് മേരിയുള്ള ആ ഒരു ജയിലിലേക്ക് ഡൊണാൾഡോ പോവുകയാണ്. പക്ഷെ ആർമിക്കാർ അയാളെ തിരിച്ചുവിടുകയാണ്. പക്ഷെ അയാളുടെ ഭാര്യയുടെ അവസ്ഥ കണ്ടിട്ട് അയാൾ പിന്നെയും രാത്രി അങ്ങോട്ട് പോവുകയാണ്. ആർമിക്കാർ കുറെ പറഞ്ഞെങ്കിലും ഇയാൾ കേൾക്കാതെ നേരെ അതിന്റെ ഉള്ളിലേക്ക് പോവുകയാണ്. അപ്പോൾ വയസ്സായ ആളാണെന്ന് പോലും നോക്കാതെ അയാളെ വെടിവെച്ച് കൊല്ലുകയാണ്. ഇതിൽ വിഷമമുണ്ടാക്കുന്ന കാര്യം എന്താണെന്നാൽ അന്ന് രാത്രി ചികിത്സ കിട്ടാതെ എലിസയും മരിച്ചു പോവുകയാണ്. അപ്പോൾ സ്റ്റാർട്ടിംഗ് സീനിൽ മേരിയുടെ അച്ഛനെ വെടിവെച്ചിട്ടുണ്ടായിരുന്നല്ലോ, പക്ഷെ അയാൾ ചത്തിരുന്നില്ല. അയാൾ ഇപ്പോൾ വീട്ടിൽ മകനായിട്ടുള്ള ഡാനി ചികിത്സിച്ചു കൊണ്ടിരിക്കുകയാണ്.
അച്ഛനും മകനും കൂടി മേരിയുടെ കാര്യം പറഞ്ഞ് വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ ഡാനിയലിന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട്. ഡാനിയൽ എടുത്തപ്പോൾ, നിന്റെ സിസ്റ്റർ ഞങ്ങളുടെ കൂടെയാണുള്ളത്, അവളെ നിനക്ക് തിരിച്ചു വേണമെന്നുണ്ടെങ്കിൽ $10 മില്യൺ ദശംസ് ഞങ്ങൾക്ക് വേണം. അത് എവിടെ കൊണ്ടുവരണം, എപ്പോൾ കൊണ്ടുവരണം എന്ന് ഞങ്ങൾ വഴിയെ പറയാം. ഈ ഒരു വിഷയം നീ പോലീസിനോട് വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ സിസ്റ്ററിനെ പിന്നെ നീ ജീവനോടെ കാണില്ല എന്ന് പറയുകയാണ്. ഡാനിയലും അതിന് സമ്മതിക്കുന്നുണ്ട്. അപ്പോ ഇവരുടെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങണമല്ലോ, അത് പോലീസിൽ അകപ്പെടാതെ. അതിനുവേണ്ടി അവരുടെ വീട്ടിലേക്ക്, അതായത് മാർത്തയുടെയും ക്രിസ്റ്റിയുടെയും വീട്ടിലേക്ക് വരികയാണ്. കാരണം മേരിയുടെ വീട്ടിൽ ഇവരാണല്ലോ ജോലിക്കാരായിട്ടുള്ളത്. അതുമാത്രമല്ല, മേരിയുടെ അടുത്ത് ഇവരെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇവരുടെ അടുത്ത് പറയുകയാണ്, ഞങ്ങളാണ് മേരിയെ കിഡ്നാപ്പ് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ അവളുടെ ചേട്ടനോട് കുറച്ച് പൈസ ചോദിച്ചിട്ടുണ്ട്, അത് നിങ്ങൾ പോയി വാങ്ങിച്ചു കൊണ്ടുവരണം എന്ന് പറയുന്നുണ്ട്. അതല്ലാതെ എനിക്ക് പറ്റില്ല, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ആ സമയം നിങ്ങളെ ഞാൻ വെടിവെച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയാണ്. ഒരു വഴിയുമില്ലാതെ രണ്ടുപേരും കൂടി അവിടേക്ക്, അതായത് മേരിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. പോലീസിനോട് ഈ ഒരു വിവരം പറയരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടാണ് ഡാനിയലിനോട് പറഞ്ഞത്. പക്ഷെ ഡാനിയൽ എന്താ ചെയ്തത്, അവിടെ ഓക്കെ പറഞ്ഞിട്ട് ഇവിടെ വിക്ടറുമായി സംസാരിച്ച് എല്ലാ കാര്യങ്ങളും പറയുകയാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും ഇവരുടെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങിച്ചിട്ട് മേരിയുടെ ജീവൻ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് മാർത്തയും ക്രിസ്റ്റിയും മേരിയുടെ വീട്ടിലേക്ക്, ചേട്ടന്റെ അടുത്തേക്ക് വരികയാണ്. ഇവരുടെ വർക്ക് പ്രൂഫ് എല്ലാം കാണിച്ചു കൊടുത്തിട്ട് ഉള്ളിലേക്ക് പോവുകയാണ്. മേരിയുടെ ചേട്ടൻ ഡാനിയലിനോട് പറയുന്നുണ്ട്, ഞങ്ങളോടാണ് കിഡ്നാപ്പേഴ്സ് പണം വാങ്ങിച്ചു കൊണ്ടുവരാൻ പറഞ്ഞിരിക്കുന്നു. മേരിക്ക് വേണ്ടി നിങ്ങൾ കൊടുക്കാം എന്ന് പറഞ്ഞ് ക്യാഷ് തരാൻ പറഞ്ഞ് രണ്ടുപേരും ഡാനിയലിനോട് പറയുന്നുണ്ട്. പണം അവരുടെ കയ്യിൽ കൊണ്ടുപോകാതെ മേരിയെ അവർ വിട്ടുതരില്ല, പ്ലീസ് കാശ് തരണം എന്ന് പറയുന്നു. ഒന്നും ആലോചിക്കാതെ ഡാനിയൽ ആ ഒരു ക്യാഷ് എടുത്തു കൊടുക്കുകയാണ്. ഇവരും ആ ഒരു ക്യാഷ് എടുത്ത് കിഡ്നാപ്പറിന്റെ അടുത്തേക്ക് പോവുകയാണ്. പോകുന്ന വഴിയിൽ കുറെ മിലിറ്ററിയും കുറെ ആൾക്കാരും ഉണ്ടെങ്കിലും അവരുടെ കണ്ണിൽ പെടാതെ ആ ഒരു കിഡ്നാപ്പേഴ്സിന് ആ ഒരു ക്യാഷ് കൈമാറുകയാണ് മാർത്തയും ക്രിസ്റ്റിയും. ഓക്കെ, ഇനി ഡീൽ പറഞ്ഞ പോലെ മേരിയെ പറഞ്ഞയക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോ ആ ഒരു കിഡ്നാപ്പർ പറയുന്നുണ്ട്, ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയൊരു തുക തന്നെങ്കിൽ അവരുടെ കയ്യിൽ ഇനിയും ക്യാഷ് ഉണ്ടാകും. അപ്പോ എനിക്ക് ഇനിയും കുറച്ച് ക്യാഷും കൂടി വേണം, പോയി വാങ്ങിച്ചിട്ട് വാ എന്ന് പറഞ്ഞ് അവരെ പിന്നെയും പറഞ്ഞയക്കുകയാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ പിന്നെയും ഡാനിയലിന്റെ അടുത്തേക്ക് രണ്ടുപേരും കൂടി വരികയാണ്. എന്നിട്ട് ഡാനിയലിനോട് പറയുന്നുണ്ട്, ക്യാഷ് ഞങ്ങൾ കൊടുത്തു, പക്ഷെ ആ ഒരു കിഡ്നാപ്പർ ഇനിയും കുറച്ച് ക്യാഷ് വേണമെന്ന് പറയുന്നു. എന്നാൽ മാത്രമാണ് മേരിയെ വിട്ടയക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട ഡാനിയലിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. അപ്പോൾ ഡാനിയൽ ചിന്തിക്കുന്നുണ്ട്, ഇവർ രണ്ടുപേരുമാണ് മേരിയെ കിഡ്നാപ്പ് ചെയ്തു വെച്ചിട്ടുള്ളത്, എന്നിട്ട് എന്റെ കയ്യിൽ നിന്ന് ക്യാഷ് ഇവരാണ് തട്ടുന്നത് എന്ന് പറഞ്ഞ് ആ ഒരു അച്ഛന്റെ സുഹൃത്തായിട്ടുള്ള ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ വിക്ടർ ഉണ്ടല്ലോ, അയാൾക്ക് ഫോൺ വിളിച്ച് പറയുകയാണ്, മാർത്തയും ക്രിസ്റ്റിയുമാണ് മേരിയെ കിഡ്നാപ്പ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ്. എന്നിട്ട് വിക്ടറിന്റെ കുറച്ച് ആൾക്കാർ വന്നിട്ട് രണ്ടുപേരെയും ചോദ്യം ചെയ്യാൻ വേണ്ടി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. അപ്പോ ഗവൺമെന്റ് അവരെ, അതായത് മേരിയുള്ള സ്ഥലം എങ്ങനെയോ ട്രാക്ക് ചെയ്തിട്ട് നേരെ മേരിയെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നുണ്ട്. പിന്നെ അവിടെയുള്ള സമരക്കാരെ, അതായത് കാശിന് വേണ്ടി എന്തും ചെയ്യുന്ന സമരക്കാരെ കൂട്ടത്തോടെ ഇട്ട് കത്തിച്ചു കളയുകയാണ്. മേരിയെ സേഫായിട്ട് മിലിറ്ററിക്കാരെ വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് നോക്കിയാൽ അതല്ല, നേരെ ക്രിസ്റ്റിയുള്ള സ്ഥലത്തേക്ക് കൊണ്ടുവരികയാണ്. എന്നിട്ട് ഒന്നും നോക്കാതെ ക്രിസ്റ്റിയുടെ മുന്നിലിട്ട് തന്നെ മേരിയെ വെടിവെച്ച് കൊല്ലുകയാണ്. എന്നിട്ട് ആ ഒരു ഗണ്ണ് ക്രിസ്റ്റിയുടെ കയ്യിൽ കൊടുത്തിട്ട് ക്രിസ്റ്റിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. മിലിറ്ററിക്കാർ എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്നാൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ആ ഒരു വിക്ടറും അയാളുടെ ഹയർ പൊസിഷനിൽ ഇരിക്കുന്ന അയാളുടെ സാറും കൂടി ആലോചിച്ചിട്ട് എടുത്ത തീരുമാനമാണിത്. കാരണം ആ സാധാരണ സമരം ചെയ്യാൻ വന്ന ആൾക്കാർ മിലിറ്ററിയിലും ഉള്ളത് കൊണ്ട് തന്നെ അവര് ഇത്രയും വലിയൊരു ക്രൂരമായിട്ടുള്ള പ്രവൃത്തി ചെയ്തത് കൊണ്ട് തന്നെ ആ ഒരു നാട്ടിലെ മിലിറ്ററിക്ക് കോട്ടം സംഭവിച്ചേക്കാം, നിങ്ങളുടെ സൈന്യത്തിനുള്ളിൽ തന്നെ ശത്രുക്കളുണ്ട് എന്ന് നാളെ എല്ലാവരും പറഞ്ഞ് പാടി നടക്കുമെന്ന് ഒരു ഭയമുള്ളത് കൊണ്ട് തന്നെ രണ്ടുപേരും കൂടി എടുത്ത തീരുമാനമാണിത്. അതുമാത്രമല്ല, ഈ രണ്ടു പേർക്കും സാധാരണ ജനങ്ങൾ, അതായത് സമരം ചെയ്ത ജനങ്ങളുണ്ടല്ലോ, അവരെ കണ്ണെടുത്ത കണ്ടൂടാ. ഈ നാട്ടിൽ നിന്ന് തന്നെ ഇല്ലാതാക്കിയിട്ട് ഇവരെ പോലുള്ള ക്യാഷുള്ള പണമുള്ളവർ മാത്രമുള്ള ഒരു സൊസൈറ്റി ആക്കാനാണ് ഇവരുടെ ആഗ്രഹം. അതിന് പറ്റിയ ഒരു കരുവായിരുന്നു നമ്മുടെ നായിക മേരി. ഇതേപോലെ ക്രിസ്റ്റി സാധാരണക്കാരനാണല്ലോ. ക്രിസ്റ്റിയും ടീമും മേരിയെ കടത്തിക്കൊണ്ടു പോയിട്ട് അവളെ ക്രൂരമായി മർദ്ദിച്ച് അവളെ കൊന്നു കളഞ്ഞു എന്ന് മേരിയുടെ ഫാമിലിയെയും അവിടുത്തെ ഗവൺമെന്റിനെയും പറ്റിച്ചിട്ട് സാധാരണ ജനങ്ങളെ, ഇതേപോലെ ചെയ്ത ജനങ്ങളെ തൂക്കിലേറ്റാമെന്ന് ഒരു ന്യൂ ഓർഡർ നടപ്പാക്കുകയാണ്. അതിൽ ഇത്രയും വലിയൊരു കലാപം ഉണ്ടാക്കിയ ജനങ്ങളെയും അതേപോലെ തന്നെ മാർത്തിയെ പോലുള്ള ഒന്നും അറിയാത്ത ജനതയെ തൂക്കിലേറ്റുന്നത് പോലെ കാണിച്ചുകൊണ്ട് ഈ ഒരു സിനിമ ഇവിടെ അവസാനിക്കുകയാണ്.
ഈ ഒരു സിനിമയെ കുറിച്ചുള്ള എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്നാൽ സാധാരണ ജനങ്ങൾ അവർക്ക് ആവശ്യമുള്ള കാര്യം നടക്കാത്തതിനാൽ ഒരു സമരം നടത്തുകയാണ്. പക്ഷെ പോകുന്തോറും സമരത്തിന്റെ ശൈലി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതും പല ക്രൂരമായിട്ടുള്ള പ്രവൃത്തി അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. പക്ഷെ ഇതിനെല്ലാം കാരണം അവർ ചെയ്ത ആ സമരമാണ് എന്ന് ചോദിച്ചാൽ അതല്ല. അവർക്ക് സാധാരണമായി ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും അവിടുത്തെ ഗവൺമെന്റ് ചെയ്തു കൊടുത്തിരുന്നുവെങ്കിൽ ഇന്ന് ആ ഒരു സമരം അവർ നടത്തിയിരുന്നില്ല. പക്ഷെ ഇതിൽ അവസാനം ബാധിക്കപ്പെട്ടത് ഒന്നും അറിയാത്ത നല്ല മനസ്സുള്ള മാർത്ത, ക്രിസ്റ്റി, മേരി, ഡൊണാൾഡോ എന്നിവരാണ്. ഈ ഒരു സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനലിലേക്ക് വരുന്നവർ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് ഉടനടി നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് ചെയ്യുക. ഇതിലും നല്ലൊരു മൂവി എക്സ്പ്ലനേഷൻ വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റ, ബൈ, സീ യു.